അച്ഛാ ഈ ഫോറസ്റ്റ് ഒന്നും കാണാമല്ലോ. പിന്നല്ല. ഈ കൊച്ചിന്റെ ഒരു കാര്യം. നടക്കടി ഇങ്ങോട്ട്, കുറെ നേരമായല്ലോ. അതെ, എന്തോരം നടക്കാനുണ്ട്. ദേ ചേച്ചി, കുഞ്ഞുകുരുവി, എന്താ നീ ആദ്യമായിട്ടാണ് കാണുന്നത്? ആ, ഈ എന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ, എന്നൊക്കറിയാവോ? പിള്ളേരെ നീ കിടന്ന് വഴക്കുണ്ടാക്കരുത്, ആണക്കേടാ. ഇല്ല അമ്മ, ഇല്ല. ഞാൻ വാ നടക്ക്, കുറെ നേരമായി മനുഷ്യനെ മുട്ടുവേനെ എടുത്തിട്ട് മേല. അപ്പോഴേക്കും പോയോ? മക്കളെ നിക്ക്, ഞാനും വരുന്നു. ഇവർക്ക് ഒരു കാര്യം പിടിച്ചാലും കിട്ടൂ. നടന്ന് തളർന്നു ചേട്ടാ, എന്നെ കൊണ്ടിഞ്ഞ് പറ്റത്തില്ല ഒരടി നടക്കാൻ. ഞാനും മടുത്തു. അച്ഛാ എനിക്ക് തണുക്കണം അച്ഛാ, എനിക്ക് നല്ലോണം നടക്കുന്നുണ്ട് അച്ഛാ. സാരില്ല മക്കളെ, നമ്മള് കൊടിയും ചൂടിയെന്നല്ലേ വന്നത്, തണുപ്പൊക്കെ നല്ലതാ. ഒരുപാട് നമുക്കാണെങ്കിൽ നമുക്ക് ഒരു സെറ്റിനും കൂടി ഇടാട്ടോ. ആ ശരി അച്ഛാ. അവിടെ നോക്കി എന്ത് രസാ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്റെ പൊന്നു മക്കളെ, അച്ഛനും നമുക്ക് നടക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ കൂടി അവിടെയൊക്കെ പോയി കണ്ടിട്ട് വാ. ശരി അച്ഛാ. അമ്മ വന്നില്ലേ? ഇല്ലടാ, പോയിട്ടാ. എടി എന്നാ വാ, നമുക്ക് പോവാം. ആ ശരി ചേച്ചി. ചേച്ചി ദാ ആ മരം കണ്ടോ, നമുക്ക് അവിടെ പോയാലോ? എടി ദേ ഇവിടെ ഒരു കുഞ്ഞു അരുവിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ദേ കണ്ടില്ലേ? പ്ലീസ് ചേച്ചി, എനിക്ക് മരം കാണണം പ്ലീസ്. പറ്റില്ല, ആദ്യം അരുവി. പറ്റില്ല, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മരം കാണാം, ചേച്ചി അരുവി കാണും, എന്നിട്ട് ചേച്ചി എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. ശരി ശരി. ഒറ്റയ്ക്ക് ഒരുപാട് ദൂരമൊന്നും പോയേക്കരുത് കേട്ടല്ലോ, പെട്ടെന്ന് നിങ്ങൾ വന്നേക്കുന്നുണ്ടോ? ശരി അമ്മേ. എടി ഓടല്ലേടി, വീഴും. ചേട്ടാ ആ നമുക്ക് അവിടെ ഇരിക്കാം. അതെ, ഇവിടെ കുറച്ചേരി ഇത് വർത്തമാനം പറയാം. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. അത് പിന്നെ പറയാനുണ്ടോ, എന്റെ സെലക്ഷൻ അത്ര മോശമൊന്നുമില്ല. അന്ന് വന്ന് ചേച്ചിക്ക് എന്താ അഹങ്കാരം? ഒന്ന് ഇവിടെ വരെ വന്നിട്ട് അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം? ഞാനിപ്പോൾ ഒറ്റക്ക് വന്നത് നന്നായി. ഹായ്, എന്ത് രസം ഈ സ്ഥലം കാണാൻ. മൈക്കിളും കൂടി എന്നെ പൊളിക്കാന് ഒരു ദിവസം മഞ്ഞ അവനെയായിട്ട് ഇവിടെ. ഓ, എന്നാ സ്ഥലം. ഇതെന്താന്ന്, ഇതിപ്പോ എവിടെ വന്നു? ബോള് പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ആ, ഇതെന്തൊരു കുഞ്ഞു ചെപ്പാന്ന് തോന്നുന്നു, നോക്കളയാ. ഇത് കൊള്ളാലോ. ഹായ്, വീട്ടിൽ കൊണ്ട് വെക്കാം, അടിപൊളി സാധനം. ഇപ്പം ഇത് പോക്കറ്റിൽ കിടക്കട്ടെ, ചേച്ചി എങ്ങാനും കണ്ടാൽ പിന്നെ അവൾക്കിത് വേണമെന്നാവും. ഇപ്പം തൽക്കാലം ആരും അറിയണ്ട. ആവോ, അവനെ പോക്കറ്റിൽ കയറ്റി.